ആർഎസ്എസ് ഭാരതാംബയുടെ കയ്യിലുള്ള കൊടിയെപ്പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം മുട്ടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ത്രിവർണ്ണ പതാകയാണോ കാവിക്കൊടിയാണോ ആർഎസ്എസിന്റെ ഭാരതമാതാവിന്റെ കയ്യിലുള്ളത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകാതെ ജോർജ് കുര്യൻ ഒഴിഞ്ഞുമാറിയത്. ഈ ഭാരതമാതാവിന്റെ കയ്യിൽ കൊടി ത്രിവർണ്ണ പതാകയാണോ കാവിക്കൊടിയാണോ ശരിക്കും? നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ശരിയെന്ന്? അല്ല, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളെടുത്തോ. ത്രിവർണ്ണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ കൊടി? കണ്ടിട്ടുണ്ടോ? ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഔദ്യോഗികമായി ഭരണഘടനാ സ്ഥാപനമായ ഒരു സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത്. അല്ല, അദ്ദേഹം അത് ചെയ്യുമെന്ന് പറഞ്ഞേ. നിങ്ങളെന്താ നിയമം ഉണ്ടാക്കാനേ? നിയമം ഉണ്ടെന്നേ. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ. ഭാരത് മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല. ഭരണഘടന ഒന്നും പറയുന്നില്ലെന്ന്. ഭരണഘടന പറയുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത്? സെൻസർ ബോർഡ് വിഷയത്തിൽ വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സെൻസർ ബോർഡിന്റെ നിലവിലെ നിലപാടിന് കാരണം CPM ഭരിക്കുന്നത് കൊണ്ടാണെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. അതോടൊപ്പം സിനിമ സെൻസർഷിപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാനും അദ്ദേഹം തയ്യാറായില്ല. ഈ സെൻസറിങ് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ കഴിയുമ്പോൾ ഇത് ഇറങ്ങുമല്ലോ, ഇതിപ്പോൾ സിനിമ ഇറങ്ങുമല്ലോ. അത് ഇത്ര അടിയന്തരാവസ്ഥയാന്ന് പറയുന്നത്. അത് CPM ഭരിക്കുന്നതുകൊണ്ടായിരിക്കും. അല്ലാതെ CPM ഭരിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. എൻ്റെ വകുപ്പല്ലല്ലോ ഈ സെൻസർ വകുപ്പ്. സുജു ചേരുകയാണ്. സുജു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാവിക്കൊടി ആണ് ആദ്യമുണ്ടായത്, ഭരണഘടനയൊന്നും ബാധകമല്ല, എന്താണ് അദ്ദേഹം പറയുന്നത്? ഷമി, സെൻസർ ബോർഡുമായ വിഷയത്തിൽ വിചിത്രവാദമായിട്ടാണ് ഈ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിരിക്കുന്നത്. ആദ്യം അടിയന്തരാവസ്ഥയെപ്പറ്റി സംസാരിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ സെൻസർഷിപ്പിനെ പറ്റി വാചാലമായി സംസാരിച്ച കേന്ദ്രമന്ത്രിയോട് ഇപ്പോൾ സുജു, ഞാൻ ആദ്യം ചോദിച്ചത് ഈ അവരുടെ ഭാരതാംബയുടെ കൈവശമുള്ള കൊടിയെ സംബന്ധിച്ച് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഷമി, അതിലേക്ക് വരുമ്പോൾ ഈ ഭാരതാംബയുടെ കയ്യിൽ RSS വിഭാവന ചെയ്ത ഡിസൈൻ ചെയ്ത കാവിക്കൊടി പിടിച്ച സ്ത്രീ എന്ന ഭാരതാംബയുടെ പറ്റി ചോദിക്കുമ്പോൾ അതിലൊരു ജോർജ് കുര്യൻ തടി തപ്പുകയാണ്. കാരണം ജോർജ് കുര്യനെ സംബന്ധിച്ചോളം വ്യക്തമായ ഉത്തരമില്ല. ഈ BJP തന്നെ രണ്ട് തരത്തിലെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്ന് RSSന്റെ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയും മറ്റൊന്ന് ത്രിവർണ്ണ പതാക പിടിച്ച ഭാരതാംബയുടെയും ചിത്രം ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിലേത് ചിത്രത്തെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഴുതിക്കോളൂ എന്നാണ് ജോർജ് കുര്യൻ്റെ ഒരു വേഗമായ മറുപടി. അതായത് കേന്ദ്രമന്ത്രിക്ക് പോലും വ്യക്തത വരുത്താൻ ഇപ്പോഴും സാധിക്കുന്നില്ല. RSS മുമ്പോട്ട് വെക്കുന്ന ഭാരതാംബ എന്ന സങ്കല്പത്തിലെ ആ ഭാരതാംബയുടെ കൈവശമുള്ള കൊടി ഏതാണെന്നുള്ള കാര്യത്തിൽ. മറ്റൊന്ന്, ഈ ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടില്ല ഈ ഭാരതാംബയെ പറ്റി എന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്ത്യയുടെ പഴയ കൊടി മറ്റൊന്നാണെന്ന തരത്തിൽ വ്യാഖ്യാനങ്ങളുമായി തന്നെ വിചിത്രമായ വാദങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ, അല്ലെങ്കിൽ മീറ്റ് ദ പ്രസിൽ മുഴുവൻ ജോർജ് കുര്യൻ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അറിയാം, BJP പോസ്റ്ററിൽ ഒരു കൊടി വെക്കും, സമരം നിർത്തുമ്പോൾ മറ്റൊരു കൊടി വെക്കുന്ന കാഴ്ചയുണ്ട്. ഇതിൽ മാത്രമല്ല, ഗവർണറിന് ഇതിന് അധികാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗവർണർ രാജ്ഭവനൊക്കെ അതിനൊക്കെ മുകളിലാണ് ഈ ഭാരതാംബയെന്നും ജോർജ് കുര്യൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിൽ കൃത്യതയില്ലാത്ത മറുപടിയും വ്യക്തമല്ലാത്ത ഉത്തരങ്ങളിൽ കൂടെ ജോർജ് കുര്യന് തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന കാര്യം വ്യക്തമാവുകയാണ്. BJPയുടെ കേന്ദ്രമന്ത്രിക്ക് പോലും വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ നമുക്കറിയാം, ആർട്ടിക്കിൾ 163 പ്രകാരം ഇന്ത്യയിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ടതാണ് ഗവർണർ. എന്നാൽ അതിന് വിരുദ്ധമായി, ഗവർണറിന്റെ ഭരണഘടനാ വിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, അതായത് ഈ ഭരണഘടനയും രാജ്ഭവനും ഒക്കെ അവിടെ ഇരിക്കും, പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് RSSന്റെ ഈ കാവിക്കൊടി എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് അങ്ങോട്ട് പൂർണ്ണമായിട്ടും പറയാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഓർത്തിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാവിക്കൊടി തന്നെയാണ് ഏറ്റവും പ്രധാനം, ബാക്കിയൊക്കെ അതിന് താഴെ ഉള്ളൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു.
ഷമി, ജോർജ് കുര്യൻ ഒരു വാക്ക് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. അതായത് ജോർജ് കുര്യൻ പറഞ്ഞ വാക്ക് കൃത്യമായി എങ്ങനെയാണ്, ഭാരതാമ ഗവർണർക്കും രാജ്ഭവനും ഭരണാധികാരികൾക്കും മുകളിലാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞത്. അതിനകത്ത് ഭരണഘടന എന്ന വാക്ക് മാത്രം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് വിഴുങ്ങിയതാണോ, അതല്ല ബോധപൂർവ്വം അതിൻ്റെ അപകടം മണത്തുകൊണ്ട് പറയാത്തതാണോ ഓർത്തില്ല. എന്നാലും ജോർജ് കുര്യൻ വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു, രാജ്ഭവനും ഗവർണറും ഭരണാധികാരികളെല്ലാം തന്നെ ഭാരതാമയ്ക്ക് കീഴിലാണ്, അതിന് മുകളിലാണ് ഭാരതാമ എന്നാണ് ജോർജ് കുര്യൻ. തീർച്ചയായിട്ടും ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? തീർച്ചയായിട്ടും അവിടെയാണ് ജോർജ് കുര്യന് മറ്റൊരു അമളി പറ്റുന്നത്. ഈ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഈ സെൻസർ ബോർഡ് വരുന്നത്. ആ വിഷയത്തിൽ ജോർജ് കുര്യനെ സംബന്ധിച്ചോളം ഉത്തരം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. കാരണം ജോർജ് കുര്യൻ സെൻസർ ബോർഡുമായി ഈ മാധ്യമങ്ങളെ അടിയന്തരാവസ്ഥ കാലത്തിൽ സെൻസർ ചെയ്യാനെ വാചാലനായി സംസാരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ദിരാ ഭരണത്തെ കുറ്റപ്പെടുത്തുന്നു. അതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്തരത്തിൽ സിനിമയെ സെൻസർ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഈ പ്രത്യേകിച്ച് ജാനകി എന്ന പേര് ഹൈക്കോടതി പോലും നടത്തിയ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഒരു പേരിനെ സെൻസർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ജോർജ് കുര്യന് കൃത്യമായ ഉത്തരമില്ല. ആദ്യം തൻ്റെ വകുപ്പിൽ പെടുന്ന ഇതല്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ തുടർ ചോദ്യം വരുമ്പോഴാണ് CPM ഭരിക്കുന്നത് കൊണ്ടാണ് ഈ സെൻസർ ബോർഡിന് ഇത്ര അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ തരത്തിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നതാണ് ഈ ജോർജ് കുര്യൻ പറയുന്നത്. ജോർജ് കുര്യന് സെൻസർ ബോർഡിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തം മാറി അത് സംസ്ഥാന സർക്കാരിനെ പഴി ചാരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം, വിചിത്രമായ വാദമാണ് ജോർജ് കുര്യൻ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ ജോർജ് കുര്യൻ ഇന്ന് മീറ്റ് ദ പ്രസിൽ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയുടെയും സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ നിലപാടിനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടിയപ്പോഴാണ് ഇത്തരത്തിലെ വിചിത്രവാദങ്ങളുമായി മുമ്പോട്ട് വന്നത്. ഷമി, സുജു ആണ് വിവരങ്ങൾ നൽകിയത്.